നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിലെ ക്യാൻബറ ഉള്ളത് വിൻ്ററാണ്. പക്ഷെ വിൻ്ററിൽ ഞാൻ തണുപ്പായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ജാക്കറ്റിലിട്ട് വന്നത്. ഇവിടെ എത്തുമ്പം നല്ലൊരു ചൂട്, അധികം ചൂടില്ല. അപ്പം ഇതൊരു റിവറാണ്, തടാകമാണ്. അപ്പോൾ കുറേ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരാൾ അങ്ങനെ ഒരു ചെറിയൊരു തോണി തുഴഞ്ഞു പോകുന്നുണ്ട്. കാണുന്നില്ലേ, വളരെ മനോഹരമാണ്. ആരും ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് വന്നാൽ ഫുഡ് കുക്ക് ചെയ്യേണ്ടത് നമ്മൾ ബാർബിക്യൂ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ ഇന്നിപ്പം പറയാൻ വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓസ്ട്രേലിയയിലെ ജീവിത ചെലവ് പലരും ചോദിക്കുന്നതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 20 കൊല്ലമായി ഇവിടെ ഓസ്ട്രേലിയയിൽ. ഇപ്പോൾ ജീവിത ചെലവ് നമ്മളിപ്പം പലർക്കും അതൊരു വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ പറയും, എൻ്റെ ജീവിത ചെലവായിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. അത് നമ്മുടെ ഫാമിലി നമ്മൾ എടുക്കുന്ന വീടിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ റെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പം ഹൈ ക്വാളിറ്റി എക്സ്പെൻസീവ് ഫുഡ് വേണ്ടിക്കില്ല, അത് നിങ്ങൾ പോകുന്ന പബ്ബ് കാര്യങ്ങൾ എക്സ്പെൻസീവ് ആണെങ്കിൽ ആ വകയായിരിക്കും ജീവിത ചെലവ് വരുന്നത്. ആവറേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരാൾ ആവറേജ് ചിലവർ പാല് കുടിക്കാത്തവരുണ്ട്, ചായ കുടിക്കാത്തവരുണ്ട്, കാപ്പി കുടിക്കാത്തവരുണ്ട്, ദിവസവും നെയ്മീൻ തന്നെ വേണം, അല്ലെങ്കിൽ സാൽമൺ തന്നെ വേണം. അങ്ങനെയുള്ളവർക്ക് വെച്ചാൽ അതിനനുസരിച്ച് എക്സ്പെൻസ് വരും. അപ്പോൾ കുറേ ആൾ പറയുന്നുണ്ട് ഇത്ര ജീവിത ചെലവ്. എത്ര ജീവിത ചെലവ്? അതിൽ നിങ്ങളെ കയ്യിലിരിപ്പോലെയാണ് ജീവിത ചെലവ് വരിക. അല്ലാണ്ട് ഇതിപ്പോൾ ആരോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കോമൺ സെൻസ് കൂടി ഉപയോഗിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ലൈഫിൽ നിങ്ങൾ പോകണം എന്നുള്ളത് അത് നിങ്ങളനുസരിച്ചിട്ടാണ് നമ്മളെ ജീവിത ചെലവും കാര്യങ്ങളെല്ലാം വരിക. ഇപ്പോൾ നിങ്ങൾ എന്നോട് സംശയം ചോദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് സിഡ്നിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. കാരണം അതൊരിക്കലും മാറുന്നില്ല. ഇപ്പോൾ പൈസക്കാരൻ പോയാലും ശരി, പൈസ ഇല്ലാത്തവൻ പോയാലും ശരി, കിലോമീറ്റർ തന്നെയാണ്. എന്നാലേ സിഡ്നിയിലെത്താൻ പറ്റും. അതുപോലെയാണ് ഈ കാര്യം. ഇപ്പം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക. എവറി ഇയറിൽ ഓസ്ട്രേലിയ നിയമങ്ങൾ മാറ്റി വരുന്നുണ്ട്. എസ്പെഷ്യലി സ്റ്റുഡൻസ്, നമ്മളെ പലർക്കും ഉള്ളതാണ് ഇക്കൊല്ലം കഴിയട്ടെ അല്ലെങ്കിൽ ഡിഗ്രി കഴിയട്ടെ അങ്ങനെയുള്ള കാര്യം. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചേക്കാണ്ട് നേഴ്സുമാരായാലും ശരി, ആരായാലും ശരി, പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് വരിക. കാരണം ഒരു ഇയർ കഴിയുകയെന്ന് വെച്ചാൽ എന്താ പറയുക, നിയമങ്ങൾ ചില സമയം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കൂടാണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഒരു ദിവസം നേരത്തെ വന്നാൽ ഒരു ദിവസം നേരത്തെ ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതൊന്നും ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾ ചോദിക്കുന്ന സംശയമാണ്. നന്ദി, നമസ്കാരം. അടുത്ത കാണുന്നവരെ കീപ് വാച്ചിങ്.